Hi friends, welcome to Kera kitchen. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുന്നെന്ന് കരുതുന്നു. ഞാൻ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് രസമാണ്. നമുക്ക് ആ രസം എങ്ങനെയാണ് വെക്കുന്നതെന്ന് നോക്കാം. ഇത് എന്റേതായിട്ടുള്ള സ്റ്റൈലിലാണ് ഞാൻ ഈ രസം വെക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇഞ്ചി ഒരു വലിയ പീസ് ചതച്ചെടുത്തത്, ചെറിയ ഉള്ളി 10 പീസസ് ചെറുതായി അരിഞ്ഞത്, വെളുത്തുള്ളി 15 പീസസ് ചതച്ചത്, കറിവേപ്പില കുറച്ച്, മുളക് 10 പീസസ് ഒന്ന് ചൂടാക്കിയെടുത്തത്, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, കുരുമുളക് 2 ടേബിൾ സ്പൂൺ, ഉലുവ 1 ടേബിൾ സ്പൂൺ ഫ്രൈ ചെയ്തെടുത്തത്, കായം വലിയൊരു കഷ്ണം ഞാൻ ചെറുതായി കഷ്ണിച്ച് വെച്ചേക്കാണിത്, മല്ലിയില ഒരു പിടി, മീഡിയം ടൊമാറ്റോ ചെറുതായി അരിഞ്ഞ് 2 എണ്ണം, പിഴുപുളി ഒരു ചെറുനാരങ്ങ വലുപ്പത്തിൽ, വെള്ളം ആവശ്യത്തിന്. നമുക്ക് ആദ്യം തന്നെ കുരുമുളക്, ഉലുവ, മുളക് ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. പിന്നെ പുളി കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലപോലെ കുതുക്കാൻ വെക്കണം. എന്നിട്ടത് പിഴിഞ്ഞെടുത്ത് നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കണം. നമുക്കാദ്യം സ്റ്റൗ ഓൺ ചെയ്ത് ഒരു പാൻ സ്റ്റൗവിലേക്ക് വെക്കാം. നമുക്കിതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണയൊന്ന് ചൂടായിട്ടുണ്ട്. 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി, ഉള്ളി, കറിവേപ്പില ഇത്ര ഇട്ട് കൊടുക്കാം. ഉള്ളിയും ഇഞ്ചിയും കറിവേപ്പിലയും എല്ലാം നല്ലപോലെ, വെളുത്തുള്ളിയും എല്ലാം നല്ലപോലെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് തക്കാളിക്ക ഇട്ട് കൊടുക്കാം. ഇപ്പം തക്കാളിക്ക് നന്നായിട്ടൊന്ന് വഴന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് മുളക് ഞാനൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. മുളക് ഇട്ട് കൊടുക്കാം. കുരുമുളക് ഞാൻ ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിട്ട് കൊടുക്കാം. ഉലുവ ഞാൻ ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന മല്ലിയില ഇട്ട് കൊടുക്കാം. ഞാൻ ഇതിനോടൊപ്പം കായം കൂടെ അങ്ങിട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കിയിട്ട് പുളിവെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം.
ഇനി നമുക്കിതിന് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കാം. അതിനുശേഷം ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ച് നമുക്ക് തിളപ്പിച്ചെടുക്കാം. രസം നല്ലപോലെ ഒന്ന് തിളച്ച് റെഡി ആയിട്ടുണ്ട്. ഞാനൊരു 10 മിനിറ്റ്സോളം ഇത് ഞാൻ തിളപ്പിച്ചെടുത്തു. ഇനി നമുക്കിതൊന്ന് സെർവിങ് ബൗളിലേക്ക് എടുക്കാം. ഇപ്പോൾ വളരെ പെട്ടെന്ന് രസം റെഡിയാക്കിയിട്ടുണ്ട്. രസത്തിൻ്റെ പേര് പോലെ തന്നെ വളരെ രസകരമായിട്ടുള്ള ഒരു രസമാണ്. കുഞ്ഞുങ്ങൾക്കും വലിയവർക്കും എല്ലാവർക്കും വയറിന് ഒത്തിരി നല്ലതാണ്. പുളിയും എരിവും കായവും ഒക്കെ ചേർന്ന് വളരെ രസത്തോടു കൂടി ഉണ്ടാക്കിയ ഒരു രസമാണ്. അപ്പം ഇത് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കുഞ്ഞുങ്ങൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. ഇന്നത്തെ സാഹചര്യത്തിൽ, ഈ കോവിഡിൻ്റെ സാഹചര്യത്തിൽ ഒത്തിരി നല്ലതാണിത്. പിന്നെ അത് തന്നെയുമല്ല, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് രസം, സാമ്പാർ ഇതൊന്നും ഇപ്പോൾ അറിയത്തില്ലായിരിക്കും. കാരണം എല്ലാവർക്കും ചിക്കനും മട്ടനും ഒക്കെ കൊടുത്ത് ശീലിപ്പിച്ചത് കാരണം അവരതേ കഴിക്കുകയുള്ളൂ. എങ്കിൽ പോലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് കുഞ്ഞുങ്ങൾക്ക് കൊടുത്ത് നോക്കുക. അവർ കഴിക്കുമ്പോൾ നമുക്ക് നോക്കാമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങളെല്ലാവരും സേഫായിട്ടിരിക്കണം. അടുത്ത വീഡിയോയുമായി ഞാൻ വരുന്നത് വരെ നിങ്ങൾ സന്തോഷമായിരിക്കണം. Okay, goodbye.